ഇന്ന് വ്യവസ്ഥയാണ് പറ്റുന്നു. അത് ഇന്നത്തെ മഴ ശക്തമായ മഴയായിരുന്നു. അതിപ്പോൾ ഇന്ന് ഒരു തടസ്സമില്ലാതെ നമുക്കാന്തരമായിട്ട് വരാനുള്ള ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മൊത്തം ഇന്ന് മഴ കുറവാണ്. അറിയില്ല ക്ഷേമത്തോടെ വരാൻ പ്രാർത്ഥിക്കാൻ മറ്റുപാടാൻ ഇരിക്കുവാൻ അവസരമുണ്ടായ സന്തോഷിക്കുന്നു. രഞ്ജിതമായ ഒരു വേർപാട് യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1-11 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 3-ാം നാൾ ഗലീലയിലെ കാനായിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവരോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവരോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലുണ്ട്, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുമെന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിനെന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കും എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർത്ത വെള്ളം വിരുന്നുവാഴി എത്തിച്ചു നോക്കിയായി മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇണക്കമായതും കൊടുക്കുമാറുണ്ട്. ഈ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിന് അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവന് വിശ്വസിച്ചു. ചിത്രകാരന്മാരും ഇവരൊക്കെ തങ്ങളുടെ വിദ്യുക്ത വിഷയമായിട്ട് വിനിയോഗിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അത് വളരെ പ്രസിദ്ധമാണ്. നമ്മൾ തന്നെ വായിച്ച് അതിലെ ഓരോ വാക്കുകൾ മാത്രമല്ല, ഓരോ വാക്കുകൾ നമുക്ക് സുപരിചിതമാണ്. ഇതെല്ലാം വായിച്ചെങ്കിലും 2-3 കാര്യങ്ങൾ മാത്രം നമുക്കറിയാവുന്നതാണ്, പരിചിതമാണ്. ഇതിനോട് ഒന്ന് പറയണം എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് അറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്തിട്ടുള്ള ആദ്യത്തെ അത്ഭുതം മോശ ചെയ്തിട്ടുള്ള മോശയിലൂടെ ദൈവം ചെയ്തതായിരുന്ന ആദ്യത്തെ അനുഭവം വെള്ളത്തോട് ബന്ധപ്പെട്ടത്. അവിടെ വെള്ളം വ്യക്തമാക്കുകയായിരുന്നു മിസ്രയീമിൽ. പശ്ചാത്തലം നമുക്കറിയാം. അവിടെ മക്കളെ വിട്ടയക്കാതെ ഫറവോൻ ഹൃദയം കഠിനമാക്കിയപ്പോൾ ഉണ്ടായ ആ 10 ബാധകളിൽ ഒന്നാമത്തെ ബാധ എന്ന് പറയുന്നത് എല്ലാ ജലാശയങ്ങളും വ്യക്തമായി മാറും. അത് മാത്രമല്ല, വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന വെള്ളം പോലും വ്യക്തമായി തീർന്നു. അവർക്ക് കുടിക്കാനും സാധിച്ചില്ല എന്ന് പറയും. രക്തം ശിക്ഷാവിധിയെ കാണിക്കുക, ന്യായവിധിയെ കാണിക്കുക. വീണ് സന്തോഷത്തെ കാണിക്കുക, രക്ഷയെ കാണിക്കുക. രക്ഷയുടെ മാധുര്യം അതാണ് വീണ്ടും പ്രതിനിധാനം ചെയ്യുന്നത്. മോശയും യേശുവും 2 കാലഘട്ടത്തിൻ്റെ 2 യുഗത്തിൻ്റെ പ്രതിനിധികളാണ്. മോശ ന്യായപ്രമാണത്തിൻ്റെ പ്രതിനിധി, യേശു കൃപായുഗത്തിൻ്റെ പ്രതിനിധി. ഇത് യോഹന്നാൻ കൂടെ പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഈ 11-ാമത്തെ വാക്യം, 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കുന്നത്, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തി. അടയാളം യോഹന്നാന്റെ സുവിശേഷത്തിൽ അത്ഭുതങ്ങൾ എന്നുള്ള വാക്കല്ല, അടയാളം എന്നാണ് ഉപയോഗിച്ചിട്ടുണ്ട്. അടയാളം
എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ കുറേ ചിന്തകൾ വരുന്നു. നമുക്ക് പരിചിതമായ അടയാളങ്ങൾ, വസ്ത്രത്തിലെ കലയ കൊണ്ട് അടയാളം, കുട്ടികളൊക്കെ ഈ ഭിത്തിയിലൊക്കെ കോറിയിട്ട് അടയാളം, അങ്ങനെ മറ്റു പല മുറിവിൻ്റെ അടയാളം, ഇങ്ങനെ പല തരത്തിലുള്ള അടയാളങ്ങൾ. അതുപോലെ തന്നെ ഈ അടയാളം എന്ന് പറഞ്ഞ ഇലക്ഷൻ കാലത്തൊക്കെ കൈപ്പത്തി അടയാളം, ഈ താമര അടയാളം, അപ്പം നമുക്കറിയാവുന്ന ചിഹ്നമാണ്. അത് ചിഹ്നമാണ് അടയാളം. അത് ചിഹ്നം എന്ന് പറയുന്നത് ഒരാളെയോ അല്ലെങ്കിൽ ഒരു പാർട്ടിയെയോ പ്രതിനിധീകരിക്കുന്ന ഒരു മുദ്ര അല്ലെങ്കിൽ ഒരു സിമ്പൽ ആണ് ചിഹ്നം എന്ന് പറയുന്നത്. പക്ഷെ അടയാളം എന്ന് പറയുന്നതല്ല. അടയാളം എന്ന് പറയുന്നത് ഒരു സൂചനയാണ്. ഇവിടെ പറയുന്ന അടയാളം സൂചനയാണ്. ഈ അടയാളം എന്ന് പറയുന്നത് ബൈബിൾ തന്നെ ഈ കാര്യത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുമ്പും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത കാലത്ത് ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ പേഴ്സണലായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇരമ്യാവിൻ്റെ പുസ്തകം. ഇരമ്യാവിൻ്റെ പുസ്തകത്തിനെ വായിച്ചാൽ വലിയ തുമ്പ് എന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയില്ല, വലിയ തുമ്പും കിട്ടില്ല. കാരണം നമ്മൾ എസ്തേറിൻ്റെ പുസ്തകം വായിക്കുന്ന പോലെ, യൂത്തിൻ്റെ പുസ്തകം വായിക്കുന്ന പോലെ, നോഹയുടെ പുസ്തകം അല്ലെങ്കിൽ ദാനിയേലിൻ്റെ പുസ്തകം വായിക്കുന്ന പോലെ ഒരു കഥാതന്തു അതിൽ കാണാൻ സാധ്യത. എങ്കിലും നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഈ ഇരമ്യാവിൻ്റെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് നല്ലൊരു വാക്യം, അതായത് ഇതിനും യോജിക്കാവുന്നൊരു വാക്യം, അടയാളം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവിടെ തന്നെ പറയുന്നത്. അതായത് നമ്മുടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വാക്യം. ഇരമ്യാവ് 30:21. അത് ഞാൻ യാദൃച്ഛികമായി ആ വാക്യം സന്തോഷിച്ചു. ഇരമ്യാവ് 30:21. നിനക്ക് അടയാളങ്ങളെ വെക്കുക, കൈ ചൂണ്ടുകളെ നാട്ടുക. മതി, എത്രയും മതി. അടയാളങ്ങൾ വെക്കുക, കൈ ചൂണ്ടികൾ നാട്ടുക. അപ്പൊ അടയാളങ്ങൾ എന്താണെന്ന് അവിടെ തന്നെ പറയുന്നത്. അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ കൈ ചൂണ്ടിയാണ്. വേറെ പുസ്തകത്തിൽ പറയുന്ന അടയാളം കൈ ചൂണ്ടിയാണ്, സൂചനയാണ്. ഇവിടെ അടയാളം എന്ന് ഉപയോഗിച്ചിട്ടുള്ളതിൻ്റെ മൂലഭാഷയിൽ ഉള്ളത് തന്നെ ഉള്ള വാക്കിൻ്റെ അർത്ഥം ചൂണ്ടിക്കാണിക്കുകയാണ്. അടയാളം ആ ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം തന്നെ ചൂണ്ടിക്കാണിക്കുക എന്നാണ് വേറെ അഭിപ്രായം. അപ്പോൾ അവിടെ ഇരമ്യാവ് പറയുന്ന അടയാളങ്ങളൊക്കെ കൈ ചൂണ്ടികളെ. അപ്പം അടയാളം എന്ന് പറഞ്ഞാൽ കൈ ചൂണ്ടിയാണ്. ഇതൊക്കെ പറഞ്ഞ കാര്യം അങ്ങനെ പറയും, അർത്ഥം ചെയ്യുക. അത് എബ്രായ സാഹിത്യത്തിലൊരു ശൈലിയാണ്. നമ്മുടെ മലയാള സാഹിത്യത്തിൽ കുറേ ശൈലികളുണ്ട്, എബ്രായ സാഹിത്യത്തിൽ കുറേ ശൈലികളുണ്ട്. അത് ഒരു ശൈലിയാണ് ഈ പാരലലിസം എന്ന് പറയുന്നത്, സമാന്തരത്വ ശൈലി എന്ന് പറയും. സമാന്തരത്വ ശൈലി പറഞ്ഞ കാര്യം തന്നെ വേറെ വാക്കുകൾ, അർത്ഥമെന്ന് തന്നെ വേറെ വാക്കുകളെ പറയുന്നത്. പറഞ്ഞ കാര്യം വേറെ, അത് സങ്കീർത്തത്തിൽ ധാരാളം ആ ശൈലി. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ വായിക്കാം. 2 ശമൂവേൽ മനസ്സിലാക്കാൻ 2 ശമൂവേൽ അത് വാക്യം കാര്യം പറയാം. അതായത് ഒരു സ്ത്രീ ചെന്നിട്ട് പറയാം, രാജാവ് പറയുന്നതാണ്, ഞാനൊരു വിധവയാകുന്നു പറയുമ്പോൾ ഒന്ന് വരും. ഞാനൊരു വിധവയാകുന്നു, ഭർത്താവ് മരിച്ചു. വിധവയാകുന്നു എന്താ? വിധവ ഭർത്താവ് മരിച്ചതാണ്. പിന്നെ ഭർത്താവ് മരിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല. അപ്പം പറഞ്ഞ കാര്യത്തിന് വീണ്ടും വേറെ വാക്യങ്ങളെ പറയും. അത് ഈ പഴയ നിയമത്തിൽ ധാരാളമാണ്, സങ്കീർത്തനങ്ങളാണ് ധാരാളം. അപ്പം അടയാളം എന്ന് പറഞ്ഞാൽ കൈചൂണ്ടിയാണ്, സൂചനയാണ്. അടയാളം എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് വിവരം തരികയാണ്. ചിഹ്നം വലിയ വിവരം തരുന്നില്ല, അധികം വിവരം തരുന്നില്ല. പക്ഷെ അടയാളം എങ്ങനെയാണ്? നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് പോകണം, ഹോസ്പിറ്റൽ ചൂണ്ടിക്കാണിച്ചു, അങ്ങനെ നമുക്കൊരു വിവരം തരികയാണ്, ഒരു അറിവ് നൽകുന്നതാണ്. അതാണ് അടയാളം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇതിനെക്കുറിച്ചാണ് അറിവ് തരുന്നത്. യേശു അടയാളങ്ങളുടെ ആരംഭം ചെയ്തു. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് യോഹന്നാന്റെ സുവിശേഷം നമുക്കറിയാവുന്നതാണ്. യോഹന്നാൻ ഇതിനു വേണ്ടി എഴുതിയിട്ടുള്ളത് യോഹന്നാന്റെ സുവിശേഷ രചനയുടെ ലക്ഷ്യം എന്താണ്? യോഹന്നാൻ തന്നെ പറയുന്നത് 20:31 യേശു ദൈവോത്തരനായ ക്രിസ്തുവിന് നിങ്ങൾ വിശ്വസിക്കേണ്ടത്, വിശ്വസിച്ചിട്ട് അവരുടെ നാമത്തിൽ ജീവൻ ഉണ്ടാകേണ്ടതിനും എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ യേശു ക്രിസ്തു ദൈവപുത്രനാണ്. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തത്വമില്ല. ഞാൻ മാത്രം പലരും പറഞ്ഞിട്ടുള്ളതാണ്, നമുക്കറിയാവുന്നതാണ്. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു പരിമിതി യഹൂദന്മാർക്ക് തോന്നില്ല. ദൈവപുത്രനാണ് ദൈവം. യോഹന്നാൻ സുവിശേഷത്തിൽ വായിക്കുന്ന 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും ഉണ്ടായില്ല. നമ്മൾ വായിക്കുന്നത് അവൻ
ദൈവത്തെ തന്റെ പിതാവെന്ന് പറഞ്ഞ് ദൈവത്തോട് സമനാക്കി. അതാണ് യേശു കർത്താവിന്റെ പേരിലുള്ള ഈ കുറ്റം. ദൈവത്തെ പിതാവെന്ന് പറഞ്ഞ് സമനാക്കി. അപ്പൊ ദൈവപുത്രൻ എന്ന് പറഞ്ഞ ദൈവത്തിന് തത്തുല്യം ദൈവം. അപ്പൊ യേശു ക്രിസ്തു ദൈവമാണെന്നുള്ളതിന്റെ സൂചന. യേശു ക്രിസ്തു ദൈവമാണെന്നുള്ളതിനെ കൈ ചൂണ്ടി. യേശു ക്രിസ്തു ദൈവമാണെന്ന അടയാളം. യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്ന സമയത്ത് യൂദാസ് അത് നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനെ നിങ്ങൾ പിടിച്ചുകൊണ്ടിൽ എന്ന് ഒരു അടയാളം അവർക്ക് കൊടുത്തിരുന്ന വായിക്കുന്നുണ്ട്. വായിക്കുന്നുണ്ട്. അപ്പൊ അടയാളം എന്ന് പറഞ്ഞാൽ സൂചനയാണ്. അത് ഇവിടെ ഈ സുവിശേഷങ്ങളിൽ അടയാളം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ദൈവമാണ് എന്നുള്ളതിന്റെ സൂചനകളാണ് നൽകുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കുന്നു, മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഈ അടയാളത്തോട് രണ്ട് കാര്യങ്ങൾ പറയുന്നതാണ്. ഈ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടയാളം അന്വേഷണീയമാണ്. യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നത് വായിക്കുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും യേശുക്രിസ്തു ജനിച്ചപ്പോൾ തന്നെ അടയാളം കൊടുത്തത്. യഹൂദന്മാർക്ക് ഇടയന്മാർക്ക് അടയാളം കൊടുത്തത്. നിങ്ങൾക്ക് അടയാളമോ ചീരകൾ കുറ്റി വെള്ളം തട്ടി ചീരകൾ കുറ്റി പശു തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ നിങ്ങൾക്കാണ് അടയാളമാണ്. യേശു തന്നെ ഒരു അടയാളം. ആ വാക്യമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. നിങ്ങൾക്കറിയാമായിരിക്കാൻ വായിക്കും. യേശു തന്നെ ഒരു അടയാളമാണ്. ഗ്ലൂക്കോസ് 2:34 വായിക്കുക. ഗ്ലൂക്കോസ് 2:34. പിന്നെ ശിമ്യോൻ അവരെ അനുഗ്രഹിച്ചു. അവന്റെ അമ്മയായ മറിയോ അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവരെ ഇസ്രായേലിൽ അവരുടെയും വീഴ്ചയ്ക്ക് എഴുന്നേൽപ്പിച്ചു പുറത്തു പറയുന്ന അടയാളത്തിനുമായി രക്ഷിക്കും. ആ വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും അടയാളമായിട്ട് യേശു ക്രിസ്തുവിനെ വെച്ചിരിക്കുക. അപ്പൊ യേശു ക്രിസ്തു അനേകരുടെ വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിക്കും. വീഴ്ച ശിക്ഷയെ കാണിക്കും, എഴുന്നേൽപ്പ് രക്ഷയെ കാണിക്കും. ശിക്ഷയുടെയും അടയാളമായി ക്രിസ്തു ഇരിക്കുന്നു. ക്രിസ്തുവിനെ കൂടാതെ ശിക്ഷയില്ല, ക്രിസ്തുവിനെ കൂടാതെ രക്ഷയില്ല. നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരേ സൂര്യപ്രകാശം, പൊതുവെ എല്ലാവരും പറയാറില്ല ഒരേ സൂര്യപ്രകാശം അത് കളിമണിനെ കട്ടിയാക്കി വെള്ളയെ വീഴുന്നു എന്ന് പറഞ്ഞതുപോലെ യേശു ക്രിസ്തു നിരത്തിലൂടെ ഒരു കൂട്ടം ആളുകൾ നരകത്തിലേക്ക് പോയി, ഒരു കൂട്ടം ആളുകൾ സ്വർഗ്ഗത്തിലേക്ക്. യേശു തന്നെ ഒരു അടയാളമാകുന്നു. നമ്മൾ ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് ഈ അത്ഭുതം ഉത്ഭവിക്കാനിടയായ 3 മാനുഷികമായ മുഖാന്തരമാണ്. ഈ അത്ഭുതം ഉണ്ടാകുവാനിടയായ 3 മാനുഷികമായ മുഖാന്തരം. ഒന്ന് നമുക്ക് രണ്ടാമത്തെ വാക്യം, രണ്ടാമത്തെ വാക്യം. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. ക്ഷണിച്ചിരുന്നു. ക്ഷണിച്ചിരുന്നു, നേരത്തെ ക്ഷണിച്ചതാണ്. വീഞ്ഞില്ലാതായപ്പോ യേശുവിനെ കൊണ്ട് വിളിക്കാം. യേശു പറഞ്ഞു പിന്നെ അങ്ങനെയല്ല, യേശു അവിടെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് യേശുവിനെ ക്ഷണിച്ചതുകൊണ്ടാണ്. യേശുവിനെ ക്ഷണിച്ചിരുന്നു എന്നത് യേശു ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ മഹത്തായ ഭാഗ്യകരമായ കാര്യം. ദൈവം പറയാൻ ആ നിലയിൽ യേശു ക്രിസ്തുവിനെ ക്ഷണിക്കുവാൻ നമുക്കിടയായിരിക്കണം. യേശു ക്രിസ്തു ഉണ്ടായിരിക്കണം. ഒരു വിവാഹം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ ആരംഭമാണ്. കുടുംബത്തിന്റെ ആരംഭം, സകലത്തിന്റെയും ആരംഭത്തിൽ, എല്ലാ ഉദ്യമങ്ങളുടെയും ആരംഭത്തിൽ, എല്ലാ പദ്ധതികളുടെയും ആരംഭത്തിൽ ദൈവം, വേദപുസ്തകം ആരംഭിക്കുന്നത് ആദിയിൽ ദൈവം എന്ന് പറഞ്ഞത്. ആദിയിൽ ദൈവം, അത് വേദാശികളാണ് പറയുന്നത്. നമ്മൾ എല്ലാത്തിൻ്റെയും ആദിയിൽ, ഒരു ദിവസത്തിന്റെ ആദിയിൽ, വർഷത്തിന്റെ ആദിയിൽ, സകലത്തിന്റെയും ആദിയിൽ ദൈവത്തെ കണ്ടാൽ, യേശുവിനെ കണ്ടാൽ അനുഗ്രഹീതമാണ്. യേശുവിനെ അവർ നേരത്തെ ക്ഷണിച്ചിരുന്നത് കൊണ്ട് അവിടെ വീഞ്ഞിന്റെ ദൗർലഭ്യം പരിഹരിക്കാൻ യേശു മുഖാന്തരം ഇടയായി. ഒന്നാമത്തെ കാര്യം, യേശുവിനെ ക്ഷണിച്ചു, യേശുവിനെ ക്ഷണിച്ചിരുന്നു. ഈ അത്ഭുതം ഉണ്ടാകുവാനുള്ള ഒന്നാമത്തെ മാനുഷികമായ മുഖാന്തരം എന്ന് പറയുന്നത് യേശുവിനെ അവർ ക്ഷണിച്ചിരുന്നു. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 3-ാമത്തെ വാക്യമാണ്. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ വന്നത് അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. യേശുവിന്റെ അമ്മ
യേശുവിനോട് പറയുക, നീങ്ങില്ല. അമ്മയുടെ വിശ്വാസം, അമ്മയുടെ ആശ്രയം. യേശുവിൻ്റെ അമ്മ എന്നാ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ അമ്മയുടെ പേര് പറയും. നമുക്കറിയാവുന്ന കാര്യമൊന്നുമില്ല. അവരുടെ ക്രൂശിൻ്റെ അരികെ അവൻ്റെ അമ്മയും അവൻ്റെ അമ്മയുടെ സഹോദരി കല്ലോപ്പാടിൻ്റെ ഭാര്യ മറിയയും പിന്നെ മക്കളക്കാരുടെ മറിയയും നിന്നിരുന്നു. അത് നമ്മൾ വായിക്കുന്നു 19-ാം അധ്യായം. യേശുവിൻ്റെ അമ്മ എന്ന് മാത്രമാണ് പേര് പറഞ്ഞിട്ടുണ്ട്. ആ അമ്മ മറിയ നമ്മൾ പറയുന്നു, ഇവിടെ പറഞ്ഞിട്ടില്ല. മറിയ യേശുവിനോട് പറയുക, അവർക്ക് നീങ്ങില്ല. എന്തുകൊണ്ടാണ്? മകനായതുകൊണ്ട് പറയുകയാണ്. പക്ഷേ ആ മകൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് കാണാം. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നവന് യേശുവാണ് എന്ന വ്യക്തമായ ബോധ്യം അറിയിക്കുന്നത്. അവിടെ കൂടി വന്നിട്ടുള്ളവർ ഏറ്റവും കൂടുതൽ യേശുവിനെ അറിയാവുന്ന ആരാണ്? മറിയയ്ക്കാണ്. യേശുവിനോട് കൂടെ ഉന്നയും ഓരോന്നും ചെയ്ത് ശിഷ്യന്മാരുണ്ടായിരിക്കാം. പക്ഷെ അവരെക്കാൾ കൂടുതൽ മറിയയ്ക്കറിയാം യേശു ആരാണ്. യേശു ജനിക്കുന്നതിന് മുമ്പേ അറിയാം യേശു ആരാണ്. ആ ദൂതൻ പറഞ്ഞ കാര്യം നമുക്കറിയാം. ഈ ഗർഭത്തിൽ ഒരു ശിശുവിനെ പ്രസവിക്കും, അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പൊ ആരാണ് താൻ പ്രസവിച്ച ഈ മകൻ ആരാണ് എന്ന് വ്യക്തമായി പറയുന്നത്. ആദ്യം ദൈവാലയത്തിലൊക്കെ പോയപ്പോൾ ആ ശിമിയോൻ പറഞ്ഞ വാക്കുകളൊക്കെ അവന്റെ മനസ്സിലാവാൻ സംഗ്രഹിക്കും. 12-ാമത്തെ വയസ്സിൽ വീണ്ടും നമ്മൾ യേശുവിലേക്ക് പോയപ്പോൾ യേശുവിനെ കണ്ടില്ല. യേശുവിനെ തിരിച്ചു പോയി. അപ്പോൾ ആ പണ്ഡിതന്മാരുടെ മധ്യത്തിൽ സംസാരിക്കുന്നു. എൻ്റെ അപ്പനും അമ്മയും എന്നെ കാണാതെ വിഷമിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തിനു വേണ്ടിയാണ് വിഷമിച്ചത്? എൻ്റെ പിതാവിൻ്റെ ഭാഗത്ത് ന്യായീകരിക്കേണ്ടതല്ലയോ, എൻ്റെ പിതാവിനുള്ളത് ന്യായീകരിക്കേണ്ടതല്ലയോ എന്ന് യേശു പറയുന്നതാണ്. പക്ഷെ അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, ഇതൊന്നും മറിയയ്ക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ലെങ്കിലും ഇതൊക്കെ താൻ ഉള്ളിൽ സംഗ്രഹിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ യേശു ആരാണ് എന്ന് വ്യക്തമായ ബോധ്യം മറിയയ്ക്കുണ്ട്. മറിയയുടെ വിശ്വാസം എന്ന് പറയുന്നത് വളരെ സുരക്ഷിതമാണ്. മറിയയുടെ വിശ്വാസം വളരെ സുരക്ഷിതമാണ്. എന്താ ആ പറഞ്ഞപ്പോൾ നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. മറിയത് വിശ്വസിച്ചില്ല. മറിക്ക് എത്രയോ കാര്യങ്ങൾ പഴയ കാര്യമില്ല. മോശയുടെ കാര്യത്തിലുള്ള സംഭവങ്ങൾ, ഏരിയാവിൻ്റെ കാര്യങ്ങൾ, ധാന്യയുടെ കാര്യങ്ങൾ, അത്ഭുതങ്ങളൊക്കെ മറിയിക്കറിയാം. പക്ഷേ ഈ പഴയ നിയമത്തിൽ ഒരു സ്ഥലത്തും ഒരു കന്യക ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. കന്യക ഗർഭം ധരിച്ചതായി അവൾ കേട്ടിട്ടേയില്ല. അവൾ കേൾക്കാത്ത കാര്യമാണ് അവൾ വിശ്വസിച്ചത്. അവൾ കേട്ടിട്ടും കണ്ടിട്ടുമില്ലാത്ത കാര്യം അവൾ വിശ്വസിച്ചു വരുന്നത്. അതുകൊണ്ടാണ് കൃപ ലഭിച്ചവളെ നിനക്ക് വന്നത്. അപ്പൊ കൃപ ലഭിച്ചു എന്ന് പറയുമ്പോൾ അത് യേശുവിനെ പ്രസവിക്കാനാണ് കൃപ ലഭിച്ചത്. യേശുവിന് ഉദരത്തിൽ വഹിക്കാനാണ് കൃപ ലഭിച്ചത്. ശരിയെങ്കിൽ തന്നെയും അത് വിശ്വസിക്കാനും കൂടി, ആ ദൂതന്റെ സന്ദേശം വിശ്വസിക്കാനും കൂടി കർത്താവ് അവർക്ക് കൃപ നൽകി. കർത്താവ് കൈ നീട്ടുക, അവരങ്ങനെയൊക്കെ തന്നിട്ടു. അവർ മരണം കൈ നീട്ടാൻ പറ്റാതെ ഇരിക്കുകയാണ്. കൈ നീട്ടുക എന്ന് പറഞ്ഞാൽ കൈ നീട്ടാനുള്ള കൈപ്പ് മൂടി കൊടുക്കുന്ന പറയുന്നത് കൈ നീട്ടാൻ പറയുന്നത്. അതുപോലെ മറിയയ്ക്ക് കൃപ ലഭിക്കുന്നത് ഇത് വിശ്വസിക്കാൻ കൂടി കൃപ ലഭിക്കാം. അല്ലെങ്കിൽ സംശയിച്ചു അതേ ഞാൻ വിശ്വസിക്കുന്നത് പറഞ്ഞത് നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കേണ്ടതെന്നാണ് അവർ പറഞ്ഞത്. പുതിയ നിയമത്തിൽ കൃപ ലഭിച്ചാണ് മറിയ. പറയുന്നത് നോഹയും അതുപോലെയാണ്. നോഹയും കാണാത്ത കാര്യം വിശ്വസിക്കാം. നോഹയ്ക്ക് കൃപ ലഭിച്ചത് പെട്ടെന്ന് ഉണ്ടാക്കാൻ മാത്രമല്ല, അത് വിശ്വസിക്കാം. മഴ പെയ്യും. മഴ നോഹ കണ്ടിട്ടില്ല. മഴ അവിടെ ഉണ്ടായിട്ടില്ല. അക്കാലത്ത് ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങിയാണ് നശിക്കുന്നത്. മഴ കണ്ടിട്ടില്ല. മഴ പെയ്യുമ്പോൾ നോഹയ്ക്ക് അറിയില്ല എന്താണെന്ന്. നോഹ വിശ്വസിച്ചില്ല. അപ്പൊ കൃപ ലഭിച്ചത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. പഴയ നിയമത്തിൽ കൃപ ലഭിച്ച രണ്ടുപേര്, ഒരാൾ നോഹ, പുതിയ നിയമത്തിൽ കാണുന്നത് അറിയാം. അപ്പൊ കൃപ ലഭിച്ചപ്പോൾ അസാധ്യമായത്, മാനുഷികമായ അസാധ്യമായത് വിശ്വസിക്കാനും കൂടി കൃപ ലഭിച്ചു. അതുകൊണ്ട് മറിയയുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായി തന്നെ കഴിയാവുന്ന ഏറ്റവും വലിയ ഒരു വിശ്വാസത്തിൽ ഉടമയായിരുന്നു മറിയ. അവൾ യേശുവിനോട് പറയുകയാണ് വീഞ്ഞില്ല എന്ന് പറയും. ആ ഇല്ലായ്മ യേശുവിൻ്റെ സന്നിധി യേശുവിനോട് ഉണർത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷം വായിച്ചാൽ 3 ഇല്ലായ്മകൾ കാണാൻ മനസ്സിലാക്കും. ഒന്ന് വീഞ്ഞില്ല. 5-ാമത്തെ വരുമ്പോൾ വ്യത്യസ്ത എന്നെ സഹായിക്കാൻ ആരുമില്ല. വെള്ളം കലങ്ങുമ്പോൾ
എന്നെ സഹായിക്കാൻ ആരുമില്ല. 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കൂട്ടുവാനുണ്ട്. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ എന്തുകൊണ്ട് 3 ഇല്ലായ്മകൾ നമുക്ക് കാണാം. ആ ഈ ഇല്ലായ്മകളുടെ പരിഹാരം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. വേണമെങ്കിൽ 4 എന്ന് പറയാം, പക്ഷെ യോഹന്നാന്റെ പറഞ്ഞില്ല ഭക്ഷിപ്പാനൊന്നും ഇല്ലാന്ന് പറയുന്നത്. പക്ഷെ യോഹന്നാന്റെ ആ പറയാനൊന്നുമില്ല. അത് മറ്റു വിശേഷങ്ങളാണ്. ഭക്ഷിപ്പാനൊന്നുമില്ല. അതുകൊണ്ട് ഉൾപ്പെടുത്തിയാൽ 4 ഇല്ലായ്മകളെ കാണാൻ സാധിക്കും. അപ്പൊ ഇല്ല എന്ന കാര്യം ഈ അമ്മ യേശുവിനോട് പറയുക. പക്ഷെ അമ്മ കിട്ടിയ മറുപടി എന്ന് പറയുന്നത് എന്താ? സ്ത്രീയെ 4-ാമത്തെ വാക്യം. യേശു അവളോട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ ഈ അമ്മയെ സ്ത്രീ ചർച്ച ചെയ്തും പൈതൃകഥയൊക്കെ ഇട്ടു. സ്ത്രീയെ അത് വാസ്തവത്തിൽ ഒരു നിസ്സാരമായത്. യേശു വളരെ ബഹുമാനത്തോടു കൂടിയാണ് വെച്ചത്. അതിന് ഈ ഗ്രീക്കിൽ ഗുനായ് എന്നുള്ള വാക്കാണ്. ഗുനായ് എന്ന് പറയുന്നത് അക്കാലത്തെ രാജ്ഞിമാരെയും ഉന്നത പദവിയുള്ള സ്ത്രീകളെയൊക്കെ ബഹുമാനത്തോടെ പേരാണ്. അതിന് മലയാളത്തിലേക്ക് തർജ്ജമ മഹിള അല്ലെങ്കിൽ ഭവതി എന്നൊക്കെ പറയും. നമ്മുടെ കഥയിലേക്ക് ഭവതി അതാണ് വന്നത്. പക്ഷെ നമ്മുടെ ഭാഷയിൽ അങ്ങനെ ഇംഗ്ലീഷിൽ വുമൺ അങ്ങനെ തർജ്ജമ. പക്ഷെ യഥാർത്ഥത്തിൽ ബഹുമാനപര സ്ഥലമാണ്. ഉന്നതരായിരിക്കുന്ന സ്ഥാനമാനമുള്ള സ്ത്രീകളെ രാജ്ഞിമാരെയൊക്കെ സംബോധന ചെയ്യുന്ന വാക്കാണ്. പക്ഷെ യേശു ഈ ഗുണായുള്ള വാക്കല്ല പറഞ്ഞത്. അവരുടെ സംസാര ഭാഷ എന്താ? യേശു ഉദ്ദേശിച്ചമാരുടെ സംസാര ഭാഷയൊക്കെ തിരിക്കല്ല. അത് അരാമ്യ ഭാഷ നമുക്കറിയാവുന്ന. അരാമ്യ ഭാഷയിൽ ഇത്ത എന്ന് പറയുമ്പോൾ നമ്മൾ മുസ്ലിങ്ങളെ ഇത്ത എന്ന് പറയാറ്. അത് പക്ഷേ അറബിയായിരിക്കും. അഥവാ അതാണെങ്കിൽ ഈ അരാമ്യ ഭാഷയിൽ അറബിയൊക്കെ സഹോദര ഭാഷകളായതുകൊണ്ട് ബന്ധമുണ്ടായിരുന്നു. ആ ഇത്ത എന്ന വാക്കാണ് യോഹന്നാൻ കൂടെ എഴുതുമ്പോൾ ഗുനായി. അതാണ് തർജ്ജമ നമ്മുടെ ഭാഷയിലേക്ക് സ്ത്രീയെ എന്ന് പറയും. അത് ഇതിനൊക്കെ കുറേ ആളുകൾ പല ആശയങ്ങൾ പറയും. യേശു സ്ത്രീയെ എന്ന് പറയുമ്പോൾ അത് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വെള്ളുകൊണ്ടുന്നു എന്നാണ് ചില ആളുകൾ പറയും. എന്തുകൊണ്ടാണ് സാത്തോടെ പറയും, വിശാലോട് പറഞ്ഞില്ല സ്ത്രീയുടെ സന്തതി നിന്റെ അപ്പൊ ആ സ്ത്രീയാണ് നീ, ആ സ്ത്രീയുടെ സന്തതിയാണ് ഞാനെന്ന് പരോക്ഷമായിട്ട് പറയുന്നതുകൊണ്ട് ചില ആളുകൾ പറയുന്നുണ്ട്. അതൊക്കെ നമുക്കങ്ങനെ ആശയങ്ങൾ ചിന്തിക്കാവുന്നല്ലാതെ അങ്ങനെ തന്നെയാണ് എന്നുറപ്പ് പറയാനായിട്ട് സാധ്യമല്ല. അപ്പൊ കർത്താവ് പറയുന്ന സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിലെന്ത്, എനിക്കും നിനക്കും തമ്മിലെന്തെന്ന് പറയുന്ന കർത്താവ് പറയുന്നത് അത് അവർ സംസാര ഭാഷയാണ്. ഇതും നമുക്ക് എന്ത് കാര്യം എന്ന ഭാഷ. അതിന് വാക്യങ്ങൾ ഞാൻ എടുത്തിട്ടില്ല. പറയുന്നത് പുതിയവർക്കുണ്ട് ഉദാഹരണമാണ്. അതവർ സംസാര ഭാഷയിൽ എന്ത് കാര്യമാണ്. നമുക്കിതിലെന്ത് കാര്യം ഇതാണ് ആശയം. ചില മലയാളത്തിൽ അങ്ങനെ തമ്മിലേക്ക് നമുക്കിതിലെന്ത് കാര്യം എന്ന തമ്മിലേക്ക് കാണാൻ സാധിക്കും. ഇതിന് പറയാം എൻ്റെ നാഴിക ദൂരെ വന്നിട്ടുണ്ട്. എൻ്റെ നാഴിക ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്ന പ്രോപ്പർ ടൈം, ശരിയായ സമയം. അതാണ് ഈ നാഴിക. ഇതിൻ്റെ വേറെ 2-3 അർത്ഥം പറയും. ഒന്ന് ഇതുപോലെ കൃത്യസമയം എന്നർത്ഥം. പിന്നെ മറ്റൊന്ന് 1 മണിക്കൂർ എന്ന അർത്ഥത്തിൽ നാഴിക. കർത്താവ് പറഞ്ഞു പകലിൽ 12 നാഴിക സമയമില്ലയോ എന്ന് പറയുന്നത്. 12 നാഴിക ആ ഓരോ മണിക്കൂറാണ്. ഓരോ മണിക്കൂറിന് അവർ 1-ാം മണി, 2-ാം മണി, 3-ാം അങ്ങനെയാണ് 12-ാം മണി വരെ അത് കണക്കാക്കുന്നത്. അങ്ങനെയാണ്. പിന്നെ നാഴിക ദൂരം എന്ന അർത്ഥത്തിലാണ്. വിശേഷങ്ങൾ വായിക്കുന്നുണ്ട്. എമ്മൗസിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ജെറുസലേമിൽ നിന്ന് 7 നാഴിക ദൂരം. അതായത് 1 നാഴിക എന്ന് പറയുന്നത് 1000 ചവിട്ടടിയാണെന്ന് പറയുന്നത്. അങ്ങനെ ദൂരം എന്ന അർത്ഥത്തിലും പറയുന്നു. ചില വാക്കുകൾ വേറെ അർത്ഥത്തിലുള്ളത് പല അർത്ഥത്തിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും അറിയില്ല. ഈ പരിഗ്രഹിക്കുക ഈ വാക്ക് 3 അർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പരിഗ്രഹിക്കുക. ഒന്ന് വിവാഹം കഴിക്കുക, പിന്നെ ഒന്ന് സെക്ഷൽ റിലേഷൻ ഉണ്ട്. പിന്നെ ഉള്ളിൽ ഗ്രഹിക്കുക. യേശു കർത്താവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരിഗ്രഹിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ പരിമാണം എഴുതിയാവുന്നുണ്ട്. അപ്പോൾ ഉൾക്കൊള്ളുക എന്നർത്ഥത്തിൽ പറയുന്നു. അപ്പൊ അങ്ങനെ ചില വാക്കുകൾ പല അർത്ഥത്തിലുണ്ട്. അപ്പൊ ഇവിടെ എൻ്റെ നാഴിക എന്ന് പറഞ്ഞിട്ടില്ല, എല്ലാ സമയം വന്നിട്ടില്ല എന്ന് കർത്താവ് പറയും. എങ്കിലും 5-ാമത്തെ വാക്യം വായിക്കുന്നു. അവന്റെ അമ്മ ശിഷ്യന്മാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുമെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അമ്മയുടെ അപേക്ഷയ്ക്ക് അനുകൂലമായ പ്രതികരണമല്ല യേശുനാഥനിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. എങ്കിലും ആ യേശുവിനോടുള്ള ആശ്രയത്വം, വിശ്വാസം കൈവിടാതെ അവനിൽ തന്നെ വിശ്വസിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു.
അമ്മ അവൻ തന്നെ വിശ്വസിക്കും. അത് മാത്രമല്ല, അവളുടെ ആ വിശ്വാസം ആശ്രയം മറ്റുള്ളവരിലേക്ക് കൂടി ക്ഷണിക്കുകയാണ്, മറ്റുള്ളവരിലേക്ക് കൂടി കൊണ്ടുപോവുകയാണ്. ശുശ്രൂഷക്കാരൻ പറയാം, അവൻ എന്തെങ്കിലും ചെയ്താൽ, എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുകയും എന്ന് പറയും. വിശ്വാസം അവള് മറ്റൊരു സ്ഥാനം, യേശു കർത്താവ് അതിനെ അവഗണിച്ചിട്ടും മറ്റൊരു ആശ്രയസ്ഥാനം തേടിപ്പോയില്ല. യേശുവിൽ തന്നെ അവൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു എന്ന് കാണപ്പെടുന്നു. ശുശ്രൂഷക്കാരുടെ ശ്രദ്ധ പോലും യേശുവിലേക്ക് ക്ഷണിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മൂന്നാമത്തെ മാനസികമായ മുഖാന്തരമായിട്ടുള്ളത് ഏഴാമത്തെ കാര്യം. യേശു അവരോട് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പിനെന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. അവർ വക്കോളവും നിറച്ചു. ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറച്ചു എന്ന് പറയുമ്പോൾ ഈ ശുശ്രൂഷക്കാർ നിറപ്പെന്ന് പറഞ്ഞപ്പോൾ ഈ ശുശ്രൂഷക്കാർക്ക് പറയാം, ഇവിടെ വെള്ളമല്ല ആവശ്യം, ഇവിടെ വീഞ്ഞാണ്, എന്തിനാണ് വെള്ളം നിറയ്ക്കുന്നത്? ചോദ്യം ചെയ്യാം. പക്ഷെ ചോദ്യം ചെയ്യാതെ യേശു എന്തു പറഞ്ഞുവോ അതനുസരിക്കുന്ന ശുശ്രൂഷക്കാരെ നമുക്ക് കാണാനായിട്ട് അനുസരണം, ശുശ്രൂഷക്കാരുടെ അനുസരണം. ഒന്നാമത് യേശുവിനെ ക്ഷണിച്ചു. രണ്ടാമത് മറിയ ആവശ്യം ഉണർത്തിച്ചു, മറിയയുടെ വിശ്വാസം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശുശ്രൂഷക്കാരുടെ അനുസരണമാണ്. യേശു പറഞ്ഞ വാക്ക് 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആ പത്രോസിന്റെ ശിമോന്റെ പറയുന്നത് കർത്താവ് ഉപദേശിക്കാം, ഉപയോഗിക്കാം. പ്രസംഗാനന്തരം കർത്താവ് പറഞ്ഞു, ശിമോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വലയിറക്കും. ശിമോന്റെ പ്രതികരണം എന്താണ്? മറുപടി എന്തായാലും, നാഥ, രാത്രി എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കണം. യേശുവിന്റെ വാക്ക് അനുസരിക്കാൻ തയ്യാറായപ്പോൾ പെരുത്ത മുൻകൂട്ടം അകപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കും. യേശുവിന്റെ വാക്കിനെ അനുസരണം നമുക്കറിയാം. അനുസരണത്തിലോ വാക്കുമില്ല. യാഗത്തെക്കാളും നമ്മൾ സ്ഥിരം പറയാനുള്ളതാണ് അനുസരണം. യശയാഗത്തിന്റെ വാക്ക് നമുക്ക് വായിക്കാം. യശയാഗത്തിന്റെ 10. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. ദേശത്തിൽ നന്മ അനുഭവിക്കും. മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ കേട്ടനുസരിക്കും. ഒരു വാക്യം യാക്കോബിലുണ്ടായിരുന്നു. യാക്കോബ് 1:22. യാക്കോബ് 1:22. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിക്കും. കേൾക്കാം. നമുക്കൊക്കെ ഉള്ള ഞാൻ ഉൾപ്പെടെ നമുക്ക് കേൾക്കാനായിട്ട് ഇഷ്ടമാണ്. കേട്ടിട്ട് അതിനെ വിമർശിക്കാനോ നല്ലത് പറയാനോ ഇതൊക്കെ പറയാൻ നമുക്ക് പറ്റും. പക്ഷെ അനുസരിക്കാൻ, കേട്ടനുസരിക്കുക നമ്മുടെ കടമ. അനുസരിക്കുക, അനുസരണമാണ് ഇവിടെ ഈ അത്ഭുതം ഉണ്ടാകുവാനുണ്ടായിട്ടുള്ള ഒരു കാരണം എന്ന് പറയും. നാളുകളിൽ യേശു കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവ് ഉണ്ട് എന്നുള്ള ബോധ്യം. എൻ്റെ കൂടെ യേശു കർത്താവ് ഊരിൽ താഴ്വഴിൽ കൂടെ നടന്നാലും ഞാനൊരു അർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, യേശു എന്നോട് കൂടെ ഉണ്ട്, യേശു ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായി. ആ യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു, ആശ്രയിക്കുന്നു. ഏത് ചെയ്യുമ്പോഴുമായ കാര്യങ്ങൾക്ക് എൻ്റെ ആശ്രയം യേശുവാണ് എന്നുള്ള ബോധ്യം നമുക്ക് മാത്രമാണ് ചെയ്യാനുള്ള മനോഭാവം, അനുസരിക്കാനുള്ള മനോഭാവം നമുക്ക് അനുഭവിക്കുന്നത്. ലോകത്തിൽ നമ്മൾ ആദ്യം സഹായിക്കും. ചെറിയ ചിന്ത കൂടി പറഞ്ഞുകൊണ്ട് ഈ അത്ഭുതം നടന്ന സ്ഥലം ഇതിൻ്റെ പേര് കാനാവ്. കാനാവ് എന്ന പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഓട എന്നാണ്. ഓടത്തണ്ട്, ഈറ്റ. ഈ ഓടത്തണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉള്ളു കൊള്ളയാണ്. അത് പെട്ടെന്ന് ഒടിയുന്നതാണ്. ഈ ഓടകളൊക്കെ അവിടെ ധാരാളമാണ്. അപ്പോൾ കാറ്റിലൊക്കെ വരുമ്പോൾ ഈ ഒരുമിച്ച് ഇത് ഒരു ഒടിയെ ചതയുകയും ചെയ്യും. ചതയും, അതാണ് ചതഞ്ഞ ഓട ഒടിച്ച് കളയുക. അപ്പം ചതയാറില്ല. ഓട ചതയാതെ ഓടയുടെ സ്വഭാവമാണ്. നമ്മൾ ഓടകളൊക്കെ ബലഹീന, ഓട ഈറ്റ ബലഹീനമായ സസ്യമാണ്. നമ്മൾ ബലഹീനരാണ്, കുറവുള്ളവരാണ്, അവിശ്വാസത്തിൽ കടന്നു വരാം. പക്ഷേ നമ്മുടെ കർത്താവിൽ ആശ്രയിക്കും,
കർത്താവിനെ ജീവിതത്തിൽ നിലമായി കാണുകയും അവനോട് എല്ലാ കാര്യം പറയുകയും അവൻ പറയുന്ന അനുസരിക്കുകയും ചെയ്ത നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹം കൽപ്പിക്കാൻ വീഞ്ഞിന്റെ മാധുര്യം പ്രദാനം ചെയ്യാൻ തെറ്റുള്ളവനാണ്, കഴിവുള്ളവനാണ്. ജീവിതത്തിലൂടെ നമ്മുടെ കർത്താവിനെ കൂടുതൽ ആശ്രയിക്കാം, ആ കർത്താവിനെ കൂടുതൽ വിശ്വസിക്കാം, കർത്താവിനെ സ്നേഹിക്കാം, സേവിക്കാം. എന്നെയും നാം എല്ലാവരെയും പ്രിയ കുടുംബത്തിൽ എല്ലാവരെയും സഹായിക്കട്ടെ.